സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 30 റൺസിലാണ് ഇന്നലെ ഇന്ത്യ തോറ്റത്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 124 റൺസെന്ന ചെറിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 93 റൺസിന് പുറത്തായി. ക്യാപ്റ്റൻ ബൗമയുടെ പ്രകടനമാണ് സൗത്ത് ആഫ്രിക്കൻ ഇന്നിംഗ്സിൽ നിർണായകമായത്. 136 പന്തുകൾ നേരിട്ട് 55 റൺസാണ് താരം നേടിയത്. ബാറ്റിംഗ് അത്രയ്ക്ക് ദുഷ്കരമായ പിച്ചിൽ ക്യാപ്റ്റൻ ബൗമ നേടിയ റണ്ണുകൾ തന്നെയാണ് ദക്ഷിണാഫ്രിക്കയെ ഒരു ചരിത്ര വിജയത്തിലേക്ക് നയിച്ചത്. ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്താൻ ഒരുക്കിയ സ്പിൻ കെണിയിൽപ്പെട്ട ഒടുവിൽ ഇന്ത്യക്ക് തോൽവി വഴങ്ങേണ്ടി വന്നു. 4 വിക്കറ്റെടുത്ത സൈമൺ ഹാർമറും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ മാർക്കോ യാൻസണും കേശവ് മഹാരാജുമാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ തകർത്ത് വിട്ടത്. നേരത്തെ ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സ് 153 റൺസിൽ അവസാനിച്ചിരുന്നു. ഇന്ത്യൻ ബൗളർമാർക്ക് മുന്നിൽ പിടിച്ചു നിന്ന ക്യാപ്റ്റൻ ടെംബ ബൗമയുടെ ഒറ്റയാൾ പോരാട്ടമാണ് സ്കോർ 150 കടത്തിവിട്ടത്. ഒരറ്റത്ത് എല്ലാവരും കൊഴിഞ്ഞു വീണപ്പോഴും 55 റൺസുമായി ബൗമ പുറത്താവാതെ നിന്നു. 15 വർഷങ്ങൾക്ക് ശേഷം ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ ഇന്ത്യൻ മണ്ണിൽ വെച്ച് ഒരു ടെസ്റ്റ് മത്സരത്തിൽ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ആ വിജയത്തിലേറെ കയ്യടി നേടുന്നത് ദക്ഷിണാഫ്രിക്കയുടെ ക്യാപ്റ്റൻ ടെംബ ബൗമ തന്നെയാണ്. ബൗമയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ദക്ഷിണാഫ്രിക്ക ഇതുവരെ ടെസ്റ്റിൽ തോൽവി എന്തെന്ന് അറിഞ്ഞിട്ടില്ല. 11 മത്സരങ്ങൾ കളിച്ചപ്പോൾ 10 മത്സരങ്ങൾ ജയിച്ചു, ഒരു മത്സരം സമനിലയായി. ബൗമയുടെ കീഴിൽ തന്നെയാണ് ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ദക്ഷിണാഫ്രിക്ക ഒരു ICC കിരീടം നേടുന്നത്. കഴിഞ്ഞ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയെ തോൽപ്പിച്ച് ബൗമയുടെ ടീം കിരീടം നേടുകയായിരുന്നു. ഈ മത്സരത്തിന് ശേഷം മൈതാനത്ത് നിന്ന് മടങ്ങുമ്പോൾ ജസ്പ്രീത് ബുംറ ബൗമയുടെ അടുത്ത് വന്ന് തോളിൽ തട്ടി അഭിനന്ദിക്കുന്നതും കണ്ടിരുന്നു. രണ്ടുപേരും കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്തു. അതിനുശേഷം കൈ കൊടുത്താണ് ഇരുവരും പിരിഞ്ഞത്. ബൗമ നേരത്തെ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു LBW അപ്പീലുണ്ടായിരുന്നു. എന്നാൽ അമ്പയർ അത് നിരസിച്ചു. റിവ്യൂ എടുക്കാൻ ഋഷഭ് പന്തുമായി ബുംറ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് കുറച്ച് ഉയരത്തിൽ വന്ന ബോളാണ്, അതുകൊണ്ട് ചാൻസ് ഉണ്ടാകില്ല എന്ന് ഋഷഭ് പന്ത് പറയുന്നു. അപ്പോഴാണ് ബുംറ ആ വിവാദമായ കാര്യം പറയുന്നത്. ബുംറ പറഞ്ഞത് ബൗനാഭിയ എന്നാണ്. അതായത് ബോൾ അയാളുടെ ശരീരത്തിൽ അല്പം ഉയരത്തിൽ കൊണ്ടാലും അത് സ്റ്റമ്പിന് നേരെ ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം അയാളൊരു ഉയരം കുറഞ്ഞ ആളാണ്. നേരിട്ട് ബൗമയെ ബുംറ അപമാനിച്ചിട്ടില്ല. പക്ഷേ സ്റ്റമ്പ് മൈക്കിലൂടെ ഈ പരാമർശം ആളുകൾ കേൾക്കുകയും ചെയ്തു. എന്തായാലും അതിൻ്റെ ചെറിയൊരു മനസ്താപം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാകാം മത്സരം തോറ്റപ്പോഴും ബുംറ ചിരിച്ചുകൊണ്ട് ബൗമയെ അഭിനന്ദിക്കാൻ എത്തിയത്. ക്രിക്കറ്റിൽ ഫീൽഡിലും പുറത്തുമായി ഒരുപാട് അധിക്ഷേപങ്ങൾ നേരിടേണ്ടി വന്ന ആളാണ് ടെംബ ബൗമ. ഉയരം ഇല്ലാത്തവനെന്ന് വിളിച്ചാണ് കൂടുതൽ പരിഹാസങ്ങൾ. അയാളുടെ ശരീരഘടന ക്രിക്കറ്റർക്ക് പറ്റിയതല്ലെന്ന് കുറ്റപ്പെടുത്തിയ ആളുകളുമുണ്ട്. അയാളുടെ കുടുംബ പശ്ചാത്തലവും നിറവും ഒക്കെ ഈ കളിയാക്കലിന് കാരണമായി മാറി. സംവരണത്തിൻ്റെ പേരിൽ ദേശീയ ടീമിൽ കയറിപ്പറ്റിയവൻ എന്ന പരിഹാസം വേറെയും ഉണ്ടായിരുന്നു. എന്നാൽ ബൗമ അതിലൊന്നും തളർന്നില്ല. പതിയെ പതിയെ അയാൾ തൻ്റെ ഉയരക്കുറവിനെ മറികടക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളുമായി മുന്നോട്ട് പോയി. ദക്ഷിണാഫ്രിക്കയുടെ ക്രിക്കറ്റ് ചരിത്രത്തിൽ അന്നേ വരെ നേടാൻ കഴിയാത്ത ഒരു ICC കിരീടം അയാൾ നേടി. ബൗമയുടെ നേതൃത്വത്തിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടിയതോടെ ബൗമ മാനം മുട്ടെ ഉയർന്നു നിന്നു. ഈ ടെസ്റ്റ് മത്സരത്തിലെ ഏക 50 അയാളുടേതാണ്. 15 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ ആദ്യമായി ടെസ്റ്റ് ജയിക്കുന്നു. ഇതുവരെ രാജ്യത്തെ നയിച്ച 11 ടെസ്റ്റുകളിൽ ഒന്നിൽ പോലും പരാജയമറിയാത്ത ലോക റെക്കോർഡും അയാൾക്കുണ്ട്. തന്നെ പരിഹസിച്ചവരുടെയും സംവരണത്തിൻ്റെ പേരിൽ ടീമിൽ കയറിക്കൂടി ദേശീയ ടീമിന് ഒരു ബാധ്യത ആയെന്ന് പറഞ്ഞവരുടെയും മുന്നിൽ ആ ചെറിയ മനുഷ്യൻ അഭിമാനത്തോടെ നിൽക്കുകയാണ്. ബാറ്റിങ്ങിൽ തൻ്റെ 100% നൽകുന്ന, ഫീൽഡിൽ പരുക്കുകളെ ഭയക്കാതെ നിറഞ്ഞു നിൽക്കുന്ന, മത്സരത്തിൽ കൃത്യമായ തന്ത്രങ്ങൾ മെനയുന്ന ഒരു അസാധ്യ കളിക്കാരനായി ബൗമ മാറിയതിൽ പരിഹസിച്ചവർക്കും ഒരു പങ്കുണ്ട്. ഒരു മനുഷ്യനെ കരുത്തനാക്കുന്നത് അവഹേളനങ്ങളും മാറ്റി നിർത്തലും ഒക്കെയാണ്. അയാളുടെ പേരിലെ ടെംബ എന്ന വാക്കിൻ്റെ അർത്ഥങ്ങളിൽ വിശ്വാസം, പ്രതീക്ഷ എന്നൊക്കെയുണ്ട്. അത് അയാളുടെ മുത്തശ്ശി ഇട്ട പേരാണ്. ഈ മത്സരത്തിലെ സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ പ്രതീക്ഷയും വിശ്വാസവും എല്ലാം അയാൾ തന്നെ ആയിരുന്നു.